അസ്സലാമു അലൈക്കും. 2 ദിവസം മുമ്പാണ് നമ്മളെല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ വിടവാങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് 81 വയസ്സായിരുന്നു. മലപ്പുറം തിരൂർക്കോട്ടെ ജുമാ മസ്ജിദിലായിരുന്നു അദ്ദേഹത്തിനെ ഖബറടക്കം ചെയ്തത്. നമുക്കറിയാം, ഒരു മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത് മരണപ്പെടുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. മരണസമയത്ത് മുഖത്ത് പുഞ്ചിരി കാണുക എന്ന് പറയുന്നത് അതൊരു നല്ലൊരു മരണത്തിൻ്റെ അടയാളമാണ്. മരണപ്പെട്ടു പോയ ഒരുപാട് നല്ല മനുഷ്യരുടെ മരണസമയത്ത് അവരുടെ മുഖങ്ങളിലൊക്കെ നല്ല മനോഹരമായ പുഞ്ചിരി കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനനായ ആലിക്കുട്ടി മുസ്ലിയാരുടെ ആ ഒരു മയ്യത്തിൻ്റെ ചിത്രം കാണാനിടയായി. കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നതാണെന്ന് പോലും പറയില്ല. പുഞ്ചിരിച്ചുകൊണ്ട് സുഖമായി കിടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ കാണാൻ സാധിച്ചത്. നോക്ക്, എന്തൊരു പ്രകാശമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്, എന്തൊരു പുഞ്ചിരിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. നോക്കൂ, മരണസമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടുക എന്ന് പറയുന്നത് അതത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതലും അടുത്തു നിൽക്കുന്നവർക്ക് മാത്രം പടച്ചവൻ നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന സമയത്ത് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവനായുള്ള നല്ലൊരു പ്രവൃത്തികളുടെയും പടച്ചവനിലേക്കുള്ള ആ ഒരു അടുപ്പത്തിൻ്റെയും ഒക്കെ അടയാളമാണ് മരണസമയത്തുള്ള ആ ഒരു പുഞ്ചിരി. പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മഹാനായ ആലിക്കുട്ടി മുസ്ലിയാരുടെ ആ ഒരു മയ്യത്തിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ സുഹൃത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായി. ഞാനൊന്ന് വായിക്കാം. മരണത്തിലും ദഅവത്ത് ചെയ്യുന്നവർ. ഇന്നലെ നമ്മോട് വിട പറഞ്ഞ വന്ദിരായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ ഖബർ സിയാറത്ത് ലക്ഷ്യാർത്ഥം സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രയിലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ മനോഹരമായ മന്ദഹാസം തൂക്കിക്കിടക്കുന്ന ഉസ്താദിനെക്കുറിച്ചായിരുന്നു ചർച്ച. അതിനിടയിലാണ് കൂടെയുള്ള സുഹൃത്ത് ഒരു കാര്യം പറയുന്നത്. വഫാത്തായി കിടക്കുന്ന ഉസ്താദിൻ്റെ മയ്യത്ത് സാമൂഹിക മാധ്യമങ്ങളിലെ വീഡിയോയിലൂടെ കണ്ട ഒരാൾ സുഹൃത്തിൻ്റെ അടുത്തു വന്നു. സജീവ സംഘടനാ പ്രവർത്തകനോ ദീനീ പ്രവർത്തന മേഖലയിൽ സജീവമോ അല്ലാത്ത അയാൾ കണ്ണു നിറച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ: ഇന്നലെ മരിച്ചുപോയ ആ ഉസ്താദിൻ്റെ മുഖത്ത് എന്തൊരു പ്രകാശമാണ്. മരണവേദനയിൽ പൊളയുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്? എനിക്കും അങ്ങനെയാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. ജീവിച്ചിരുന്ന കാലം അത്രയും ഇൽമിൻ്റെ പ്രസരണത്തിനായി സമയം ചെലവഴിച്ച, ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും നോവിക്കാത്ത വിനയത്തിൻ്റെ മനുഷ്യരൂപം ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് മരിച്ചു കിടക്കുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്യുകയാണ്. ജീവിതകാലത്ത് ചിരിക്കാൻ ആർക്കും പറ്റും, എന്നാൽ മരിച്ചു കിടക്കുമ്പോൾ പുഞ്ചിരിക്കാൻ അത് പ്രിയപ്പെട്ട റബ്ബിൻ്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരോടൊപ്പം നമ്മളെയും അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച ആ ഒരു കുറിപ്പ്. കേരള മുസ്ലിം സമൂഹത്തിന് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അറിവിൻ്റെ മഹാസമുദ്രമായിരുന്ന ദീനീ പ്രബോധന രംഗത്തും അതോടൊപ്പം സാമൂഹിക നന്മയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹത് വ്യക്തിത്വയാണ് നമുക്കെല്ലാവർക്കും നഷ്ടമായിരിക്കുന്നത്. ആലിക്കുട്ടി മുസ്ലിയാർ നമ്മോട് വിട പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം വേർപാടല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അന്ത്യം കൂടിയാണ്. അറിവും വിനയവും നേതൃത്വപാഠവും ഒത്തുചേർന്ന ആ മഹാപണ്ഡിതൻ, ആ മുഖം ഇനി നമ്മളോടൊപ്പം ഇല്ല എന്ന് സത്യം ഉൾക്കൊള്ളാൻ ദീനീ സ്നേഹികൾക്ക് പ്രയാസമാണ്. പണ്ഡിതന്മാരും സമുദായ നേതാക്കളും സാധാരണക്കാരും അടക്കം ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന് അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്നത്. സമസ്തയുടെ ബഹുമാനനായ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതോടൊപ്പം പാണക്കാട് തങ്ങന്മാർ, അതോടൊപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെ നിരവധി പണ്ഡിതന്മാരും മഹത്തുക്കളുമാണ് അവിടേക്ക് എത്തിയത്. മാത്രമല്ല, ആലിക്കുട്ടി മുസ്ലിയാരുടെ വേർപാടിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, വിവിധ സമുദായങ്ങളിലെ മതമേലധ്യക്ഷന്മാർ എന്നിവരെല്ലാവരും അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിലും അതോടൊപ്പം പൊതുദർശനത്തിനുമായി വെച്ചപ്പോൾ അവിടേക്ക് ഒഴുകിയെത്തിയ ആ ഒരു ജനസഞ്ചയം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയിരുന്ന സ്വാധീനവും സ്നേഹവുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുന്ന സമയത്ത് അറിവ് തേടാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും അദ്ദേഹം കാണിച്ച ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ചെറുപ്പകാലം മുതൽ തന്നെ ദീനീ വിദ്യാഭ്യാസത്തോട് ആഴത്തിലുള്ള ഒരു താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. 1945 മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴിക്കോട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ദറസു പഠനത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിലെ മുദരിസായി മാറി. 1978 പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ അധ്യാപകനായി മാറി. 2003 മുതൽ പ്രിൻസിപ്പലായ അദ്ദേഹം ഷെയ്ഖുൽ ജാമിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2010 സമസ്തയുടെ സെക്രട്ടറിയായി. 2003 മുതൽ 2005 വരെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനും
അതോടൊപ്പം 2006 മുതൽ 2009 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായിരുന്നു. 2016 മുതൽ അദ്ദേഹം സമസ്ത ജനറൽ സെക്രട്ടറിയാണ്. 2004 മുതൽ സംസ്ഥാന മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അൽ മുഅല്ലിം, അൽ നൂർ മാസികകൾ, സുന്നി അഫ്കാർ ചീഫ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജാമിയ നൂരിയ അറബിയയുടെ പ്രിൻസിപ്പൽ, തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാമിക് വിദ്യാഭ്യാസ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ്, പൊന്നാനി ഇസ്ലാം അറബിക് കോളേജ് പ്രസിഡന്റ്, വടകര ഹുജ്ജത്തുൽ ഇസ്ലാം ഇസ്ലാമിക് കോംപ്ലക്സ് എന്നിവയുടെ മുഖ്യ ഭാരവാഹിത്വം തുടങ്ങിയവ അദ്ദേഹം വഹിച്ചിരുന്നു. കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാദിയും അതോടൊപ്പം അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ദേശീയ സമിതി അംഗം എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ കൂടി അദ്ദേഹം വഹിച്ചിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വിഷയങ്ങളിൽ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച് നിരവധി രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആലിക്കുട്ടി മുസ്ലിയാർ നിലവിൽ മുസ്ലിം വേൾഡ് ലീഗിലെ ഇസ്ലാമിക് ഫിഖ് കൗൺസിൽ മെമ്പർ കൂടിയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹം വിജ്ഞാനം പകർന്നു നൽകിയത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീനീ സേവനം ചെയ്യുന്ന നിരവധി പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ദീർഘകാലത്തെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും പണ്ഡിതന്മാർക്കിടയിലെ സമ്മതിയിലൂടെയുമാണ്. ഏതൊരു സങ്കീർണമായ വിഷയത്തിലും സമചിത്തതയോടെ തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അത് എടുത്തു പറയേണ്ട ഒന്നാണ്. സംഘടനയ്ക്കുള്ളിലെ ഐക്യം അത് നിലനിർത്തുന്നതിനും മഹല്ല് സംവിധാനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് കെട്ടിപ്പടുക്കുന്നതിനും അദ്ദേഹം നേതൃത്വപരമായ പങ്കുവച്ചിട്ടുണ്ട്. മതസൗഹാർദ്ദവും സാമൂഹിക അന്തരീക്ഷവും ഒക്കെ നിലനിർത്തുന്നതിൽ ആലിക്കുട്ടി മുസ്ലിയാർ എപ്പോഴും മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയാതീതമായും മതഭേദമന്യേയും എല്ലാവരെയും നല്ല ബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് പലപ്പോഴായി സാധിച്ചു. മുസ്ലിം സമുദായത്തിന് വലിയ വഴികാട്ടിയാണ് നഷ്ടമായത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. സങ്കീർണമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ലളിതവും വ്യക്തവുമായ ഉത്തരം നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി അവിസ്മരണീയമാണ്. ജീവിതം കൊണ്ട് നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചാണ് മഹാനായ ആലിക്കുട്ടി മുസ്ലിയാർ വിടവാങ്ങിയിരിക്കുന്നത്. അറിവ് സമ്പാദിക്കുന്നതിലും അത് ജീവിതത്തിൽ പകർത്തുന്നതിലും ലാളിത്യത്തോടെ ജീവിക്കുന്നതിലും അദ്ദേഹം കാണിച്ച മാതൃക നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവസാന യാത്രയപ്പിന് മയ്യിത്ത് നിസ്കാരത്തിന് തൻ്റെ സെക്രട്ടറിയും കാത്ത് പള്ളിക്കകത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു ചിത്രം ഞാനൊന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. പടച്ച റബ്ബായ അള്ളാഹു അദ്ദേഹത്തോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.